ബെലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ഇന്നലെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം ഏരീസ് പ്ലസിൽ. സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു കിടിലം പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ ഒരു മൂടെ എക്സിക്യൂഷനും പ്രസന്റേഷനും വേറെ ലെവലായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കിടിലം പടമായിരുന്നു കേട്ടോ. ഒരു വലിയൊരു കിടിലം ഫ്രാഞ്ചൈസിയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇനി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സും വില്ലൻസും അതിനൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കാണിക്കുന്ന ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മൂവി വർക്കായിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയാൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയൊക്കെ തന്നെയാണ്. വലിയ ട്വിസ്റ്റോ ടൈംസോ ഒന്നും ഇല്ലാതെ ലീനിയർ ആയിട്ട് പോകുന്ന സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവി മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന അതിന്റെ ഒരു മേക്കിങ്ങിലും ബെലറീന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിലാണ്. ആ ഒരു രണ്ട് കാര്യത്തിൽ മൂവി വേറെ ലെവലാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂവി വെർത്താണ്. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈച്ച് ആൻഡ് എവറി സീക്വൻസ് വാസ് ലൈക്ക് കിടിലായിരുന്നു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതും എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയിലാന്ന് പറഞ്ഞാൽ ഒരുപാട് കിടിലം ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു എയറേറ്റഡ് മൂവിയാണ്. ഒരുപാട് ബ്ലഡ് ബാത്ത് സീക്വൻസ് ഒക്കെ ഉണ്ട്. തല വെട്ടി മാറ്റുന്നതും ബോംബ് വെച്ച് പൊട്ടിക്കുന്നതും ബോഡി ചെതറിപ്പോകുന്നു, അങ്ങനത്തെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊന്നും പോകരുത്. ഒരു പക്ക ആക്ഷൻ മൂവി ഒന്നും അല്ല, ഒരു ബ്ലഡ് ബാത്ത് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി തന്നെയാണ്. ഈ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. അതായത് ഈ ജോൺ വിക്ക് എന്ന് പറയുന്ന വേൾഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിൽ ഇനി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സും വില്ലൻസും അല്ലെങ്കിൽ ആ വേൾഡ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണതും അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സംസാരിച്ച് പോകുന്നുണ്ട്. എസ്പെഷ്യലി ഈ മക്കാറോ എന്ന് പറയുന്ന അന്ന ഡെംസ് ചെയ്ത ക്യാരക്ടർ അത് ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. ഒരു ജോൺ വിക്ക് ലെവൽ അല്ലെങ്കിൽ ജോൺ വിക്കിന്റെ പെങ്ങളായിട്ട് ആ ലെവലിൽ നിൽക്കുന്ന അങ്ങനെയൊന്നുമില്ല. ജോൺ വിക്ക് വേറെ ലെവൽ ടോപ്പാണ്. പുള്ളിക്കാരി 7 അയലത്ത് വരുന്നില്ല, പക്ഷെ പുള്ളിക്കാരുടേതായിട്ടുള്ള വേയിൽ സർവൈവ് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ സിനിമയിൽ തന്നെ അതൊരു സീക്വൻസിൽ പറഞ്ഞു പോകുന്നുണ്ട്. നീ മറ്റുള്ളവരെ പോലെ വേറെ ലെവലായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലൊന്നുമല്ല. നീ നിന്റെ ലെവൽ എന്താണോ അല്ലെങ്കിൽ നിന്റെ ആ ഒരു ക്യാരക്ടർ എന്താണോ, നിന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതിൽ നീ ബെസ്റ്റായി നിൽക്കുക, അത് മാത്രമേ ഉള്ളൂ. നീ അത് വളരെ നൈസായിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ചു പോകുന്നു. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ജോൺ വിക്ക് ആൻഡ് യു, ഈ രണ്ട് ക്യാരക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള പെർസ്പെക്ടീവ്സും അവരുടേതായിട്ടുള്ള മിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ജോൺ വിക്ക് എന്ന് പറയുന്ന ഒരു അസാസിനാണ്, ഇസ് എ വൺ മാൻ ആർമി, ഇസ് എ ബാബയാക്ക, ആ ലെവലിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. ഈവ് എന്ന് പറയുന്ന ആ ഒരു ലെവലായിട്ടുള്ള അങ്ങനത്തെ ഒരു അസാസിനോ അല്ലെങ്കിൽ ആ ലെവലായിട്ടുള്ള ഏജന്റോ ഒന്നും അല്ല. പുള്ളിക്കാരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഷീസ് എ പ്രൊട്ടക്ടർ. ആൻഡ് പുള്ളിക്കാരായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പം കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ജോൺ വിക്ക് എന്ന് പറയുന്നത് ഒരാളെ ഒറ്റ അടിയിൽ അടിച്ചിടാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരൻ സ്റ്റണ്ട് പോകുന്നത്. പക്ഷേ ഈവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈവൻ ഒരാളെ നോക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് നേരം ഒരാളോടെ ഫൈറ്റ് ചെയ്താൽ അടിച്ച് താഴെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം ഗൺ ഫയറിംഗ് ആയാലും ശരി, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ആയാലും ആ ഫൈറ്റ് സീക്വൻസ് ആയാലും എല്ലാം ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ലെങ്ത് എന്താണെന്ന് വളരെ നൈസായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. രണ്ട് ക്യാരക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏത് ലെവലാണ് രണ്ട് ക്യാരക്ടേഴ്സ് എന്നൊക്കെ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന ഡെമോസിന്റെ പെർഫോമൻസ് ആസ് ഈവ് ഒരു രക്ഷയില്ല. പുള്ളിക്കാരെ നമ്മൾ ഇതുപോലത്തെ ഒരു പക്ക ആക്ഷൻ സീക്വൻസ് മൂവിലൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ഭയങ്കര ഹോട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരിക്കും പുള്ളിക്കാരി ചെയ്യുന്നത്. പുള്ളിക്കാരുടെ മൂവി അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ഒരു മൂവിയിലോട്ട് വന്നപ്പോൾ ഈ ഒരു മൂവിയുടെ വേൾഡും ആ ഒരു മൂവിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് പുള്ളിക്കാരി മാറിയിട്ട് പുള്ളിക്കാരുടെ പെർഫോമൻസ് ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും ആറ്റിറ്റ്യൂഡ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാർ പെർഫോം ചെയ്തിട്ടുണ്ട്. ചില ഏരിയാസിലൊക്കെ ജോൺ വിക്കിനെ റെഫർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം ജോൺ വിക്കിനെ പോലത്തെ ഒരു നടത്തും അല്ലെങ്കിൽ ജോൺ വിക്കിനെ പോലത്തെ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡും ആ ഒരു ക്ലോസ് കോമ്പാക്റ്റിൽ ഗണ്ണ് വെക്കുന്നതും ഫൈറ്റ് സീക്വൻസും പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ ജോൺ വിക്ക് ലെവലിൽ പുള്ളിക്കാരി ട്രൈ ചെയ്യുന്നുണ്ട്. അന്ന ഡെമോസിന്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് സീക്വൻസ് വരെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സ്ഥിരം ടെംപ്ലേറ്റ് ആയിട്ടുള്ള വളരെ ലീനിയർ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവിയിൽ നമുക്ക് സ്റ്റോറിയും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ആക്ഷൻ സീക്വൻസ് മാത്രം മതി. ആ ഒരു കാര്യത്തിൽ ഡയറക്ടർ ആയിട്ടുള്ള ലീൻ വൈസ്മാൻ നല്ല അടിപൊളിയായിട്ടാണ് മൂവി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഫൈറ്റ് സീക്വൻസും എടുത്ത് പറയണം കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര ഇതിൽ എൻജോയ് ചെയ്തു. നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ഒരു ഫ്ലെയിം ഗൺ വെച്ചിട്ടുള്ള സീക്വൻസ്, എൻ്റെ മോനെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഒരു ഗൺ ഫ്ലെയിമും വാട്ടറും ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. ആ ഒരു ലെവലിലാണ് ആ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കിഡില ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരു മൂവിയാണ്. ഓരോന്ന് എടുത്ത് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ആൻഡ് ഇതിൽ ഒരു കിഡില ഫൈറ്റ് സീക്വൻസ് ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു ഗ്രനേഡ് വെച്ചിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അതായത് ഗ്രനേഡ് വെച്ച് മാത്രമുള്ള ഫൈറ്റ്. ഗ്രനേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെ എടുത്ത് എറിയുക അതല്ലേ. പക്ഷേ ഇതിലൊന്ന് കണ്ടു നോക്കണം നിങ്ങൾ, അപ്പം മനസ്സിലാവും അത് ലെവൽ ഐറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മൂവി ടോപ്പ് നോച്ച് ആയിരുന്നു. ലീൻ വൈസ്മാൻ പുള്ളിക്കാരുടെ സ്റ്റൈൽ അടിപൊളിയായിട്ടാണ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ആ ജോൺ വിക്ക് മൂവീസിലുള്ള കളറിങ്ങും ലൈറ്റിങ്ങും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ടെക്നിക്കൽ സൈഡ് ആയാലും ക്യാമറ ആയാലും ബാക്കിയുള്ള ജോൺ വിക്ക് മൂവീസിൽ നമ്മൾ കാണുന്ന കുറെ എലമെന്റ്സ് ഇതിലും കാണുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ എടുത്ത് വേണം. ക്യാമറ ഫൈറ്റ് സീക്വൻസുകളൊക്കെയുള്ള ക്യാമറ ഷോട്ട്സ് ആയാലും ആ ഒരു മ്യൂസിക് ആയാലും ലൈറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. മ്യൂസിക് ഒക്കെ ചില സ്ഥലത്ത് നൈസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഈ മൂവി ഇഷ്ടപ്പെട്ടു. ഒരു സ്ഥലത്തും എനിക്ക് ഇത് വർക്കായില്ല അല്ലെങ്കിൽ ഇത് ഓക്കെ ആയില്ല, ഇത് ലാഗാണ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഈ മൂവി മെയിൻലി
മെയിൻലി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, സ്റ്റോറി ലോജിക് ഒക്കെ മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു മൂവിയുടെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു മൂവിയുടെ ഫൈറ്റ് സീക്വൻസും എക്സിക്യൂഷനും എല്ലാം അടിപൊളിയായിട്ട് നല്ല കിഡിലുമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് വേറൊരു കാര്യം, അഫ്കോഴ്സ് ജോൺ വിക് ഇസ് ദെയർ ഇൻ ദ മൂവി. ചെറിയൊരു ക്യാമിയോ റോളാണ്, ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. മൂപ്പർ എന്താണ് അല്ലെങ്കിൽ മൂപ്പരുടെ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ റിയൽ ബാബായാഗ ആരാണെന്ന് ഈ ഒരു സിനിമയിൽ ഒരു ചെറിയൊരു ഡയലോഗ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഡയലോഗുള്ള ഒരു സീക്വൻസ് ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട, പുള്ളിക്കാരൻ ആരാണ് എന്താണെന്ന് അറിയിക്കാൻ ആ ഒറ്റ ഡയലോഗ് മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രണ്ട് ക്യാരക്ടേഴ്സ്, അതായത് ജോൺ വിക്കും ഈവും, ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പൊട്ടൻഷ്യലും അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ലെവൽ എന്താണെന്നുള്ളത് സിനിമയിൽ വളരെ നൈസായിട്ട് കാണിക്കുന്നുണ്ടെന്ന്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ്, ഒരു കൂടിപ്പോ ഒരു 1 മിനിറ്റിനകത്തേ ഉള്ളൂ. ആ ഒരു 1 മിനിറ്റിനകത്തുള്ള ഫൈറ്റ് സീക്വൻസിൽ ഈവൻ ജോൺ വിക്കിനോട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പിടിച്ചിരിക്കാന്നല്ല, പുള്ളിക്കാർക്ക് ഒരു മൂവ്മെന്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ രീതിക്കാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഓവറോൾ മൂവി വാസ് ലൈക്ക് കിട്ടിലാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൂവിയുടെ സ്റ്റോറിയൊക്കെ സ്ഥിരം ടെംപ്ലേറ്റ് ആണ്, ലോജിക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പൂട്ടി വെച്ചോ. ആ ഒരു ആക്ഷൻ സീക്വൻസിനും ആ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ആ ജോൺ വിക് ഫ്രാഞ്ചൈസിൽ അടുത്തൊരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ഒരു മൂവി, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോൺ വിക് ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടമാണെങ്കിൽ ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു കാര്യം കൂടി എടുത്തു പറയാം, ഭയങ്കര ബ്ലഡ് ബാത്ത് ആയിട്ടുള്ള അഡൽട്ട് കണ്ടന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഫാമിലി ആയിട്ടൊന്നും പോരുത്, കൊച്ചുകുട്ടികളെ കൊണ്ട് പോരുത്. ഞാനത് പിന്നെ എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നല്ല പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. തലവെട്ടി മാരുന്നതും ബോംബ് വെച്ച് പൊട്ടിക്കുന്നതും ബോഡി ചെതറി പോകുന്നതും ബ്ലഡൊക്കെ ഇങ്ങനെ തെറിക്കുന്നത്, അങ്ങനെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജോൺ വിക് മൂവീസ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പക്ക ആക്ഷൻ മൂവിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ദിസ് ഗോണ ബി എ ട്രീറ്റ് ഫോർ യു. സോ എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് ഓവറോൾ ഭയങ്കര മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രിവാൻഡ്രം ഏരീസ് പ്ലസിലാണ് കണ്ടത്. ഫുൾ പാക്ഡ് ആയിട്ടുള്ള തിയേറ്റർ ആയിരുന്നു. ആ തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. ഈച്ച് ആൻഡ് എവറി സീക്വൻസ്, ഇതിപ്പോൾ ജോൺ വിക് വരുന്നതായാലും ശരി, ഈ അതായത് ബലറീന വരുന്ന സീക്വൻസ് ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും, ഇപ്പോൾ ജോൺ വിക് മൂവി ഫ്രാഞ്ചൈസിലെ പല റെഫറൻസ് കാണിക്കുന്ന സീക്വൻസ് ഉണ്ട്, അതെല്ലാം തിയേറ്ററിൽ ഒരു ആഘോഷം തന്നെയായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് എന്ന ഒരു കിഡിലെ മൂവിയാണ് ബലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.